ഹായ്, വിജേഷ് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ക്യാരറ്റ് ഷേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം, അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെ കാണുമല്ലേ? വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് ക്യാരറ്റ് ഷേക്ക് തയ്യാറാക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴുകി നെടുകെ മുറിച്ചത് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര, ഒരു തുള്ളി വാനില എസൻസ് നമുക്കിതിന് വേണം. പിന്നെ 2 ഏലക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പാല് ഒരു 500 പാലാണ്, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ക്യാരറ്റ് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. ക്യാരറ്റ് ഒരു കുക്കറിലോട്ട് ഇടുകയാണ്. കുക്കറിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. അതിനുശേഷം അടച്ചു വെച്ച് 2 വിസിൽ അടുപ്പിച്ച് എടുത്തതിന് ശേഷം വരാം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഷേക്ക് തയ്യാറാക്കാൻ സാധിക്കുള്ളൂ. നന്നായി തണുത്ത വേവിച്ചെടുത്ത ക്യാരറ്റും ആ വേവിക്കാൻ ഉപയോഗിച്ച വെള്ളവും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ആണ് അടിക്കേണ്ടത്. ആവശ്യത്തിന് പഞ്ചസാര ഇടുന്നു. ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്ക അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കായും ഇട്ട് നന്നായി അടിച്ചെടുക്കാം. ഏലക്ക വേണമെങ്കിൽ 1 ചേർത്താലും മതി. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 2 ചേർക്കാവുന്നതാണ്. അത് നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പാല് കട്ടയായിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടയായ പാല് അതിലേക്കിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. ഒന്നുകൂടി അടിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു തുള്ളി വാനില എസൻസ് നമുക്ക് ഒഴിക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ക്യാരറ്റ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് ഈ ക്യാരറ്റ് ഷേക്ക്. എന്താ ടേസ്റ്റ്! അപ്പോൾ നിങ്ങൾ ഒരിക്കലൊന്നും ഉണ്ടാക്കി നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ്, വളരെ രുചിയാണ്. അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു.